അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിലേക്കുള്ള കുറച്ച് പച്ചക്കറി നടാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. നമ്മൾ മുന്നേ ചെയ്ത സ്ഥലമൊക്കെ നല്ല രീതിയിൽ കാട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അത് ഇന്നലെ നമ്മളൊരു മെഷീൻ വെച്ചിട്ട് ഫുള്ളായിട്ടും വയക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ കത്തി കൊണ്ട് വയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചുവടെ കൊത്തിയിട്ട് അത് വലിയ പീസൊക്കെ ആയിട്ടായിരിക്കുമല്ലോ. ഇത് നമ്മൾ മെഷീൻ വെച്ച് വയ്ക്കിയതുകൊണ്ട് ഇതുണ്ടാവും ഒക്കെ നല്ല നൈസായിട്ട് കുഞ്ഞു കുഞ്ഞ് പൊടികളായിട്ടാണല്ലോ നമ്മുടെ ഇലകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതും കൊണ്ടുണ്ടല്ലോ അപ്പോൾ സൂപ്പർ ഒരു വളം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വളം ഉണ്ടാക്കണം, നമുക്ക് കുറച്ച് തൈകൾ നടുകയും വേണം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ ഇതുപോലെ മഴക്കാലത്തൊക്കെ കൃഷി ചെയ്യാതെ വേനൽക്കാലത്ത് മാത്രം കൃഷി ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പം എന്താ പറയുക, അങ്ങനെയുള്ളവരൊക്കെ ഇപ്പം ഈ ഒരു വളം ഉണ്ടല്ലോ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് കൃഷി പൊടിക്കാം കേട്ടോ. അപ്പം 10 പൈസ ചിലവും ഇല്ല, എന്താ പറയണ്ടേ, നമുക്ക് പറമ്പ് വൃത്തിയായി കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിതാ നമ്മുടെ വളം ഉണ്ടാക്കാനുള്ളൊരു ചെറിയ ഡ്രമ്മും അതുപോലെ അതിലേക്ക് ചേർക്കേണ്ട ഒരു വളവും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വലിയ പാത്രം ഉണ്ടെങ്കിൽ നമ്മുടെ വളത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. നമ്മുടെ പാത്രത്തിൻ്റെ അനുസരിച്ചാട്ടോ നമുക്ക് ഇത് കുറേ അങ്ങോട്ട് എന്താ പറയണ്ടേ അഴുകിയൊക്കെ വരുമ്പോഴത്തേക്കും നല്ലതുപോലെ താഴ്ന്ന് പാത്രത്തിൻ്റെ ഏകദേശം താഴ്ഭാഗത്തെത്തും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നിറച്ച്, അതായത് നമ്മൾ ഓരോ പ്രാവശ്യം ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ നല്ലതുപോലെ ഒന്ന് അമർത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പൊടിയാണ്. നമ്മൾ കൈ കൊണ്ട് വയ്ക്കുന്നതാണെങ്കിൽ വലിയ വലിയ പീസ് നമ്മൾ ഒന്നും കൂടെ ചെറുതാക്കി കൊടുക്കണ്ടേ. ഇതിപ്പം മിഷൻ വെച്ച് വയ്ക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ പീസാണ്, അതുകൊണ്ട് പെട്ടെന്ന് അഴുകി കിട്ടും കേട്ടോ. പിന്നെ ഇതിനകത്തുള്ള കമ്പും കോലും അതൊക്കെ നമ്മളൊന്ന് മാറ്റിയെടുത്ത് കളഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നല്ല വളമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യട്ടോ. നമുക്ക് ഏത് പച്ചിലകൾ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ പച്ചച്ചാണകമൊന്നും ഇല്ലാത്തവരൊക്കെ ഇതുപോലെയൊക്കെ ചെയ്താലും നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പച്ചച്ചാണകം കലക്കി വെച്ചതാണ്. അപ്പം അധികം എന്താ പറയണ്ടേ ലൂസായിട്ടല്ല, ഇത്ര ടൈറ്റായിട്ട് കലക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ പച്ചച്ചാണകം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ പച്ചിലകൾ ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ പരമാവധി നമ്മൾ ഇട്ട് കൊടുക്കുമ്പം അമർത്തി ഇട്ട് കൊടുക്കണേ. പിന്നെ ഈ ഒരു വള്ളി ഉണ്ടോ, ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പയറൊക്കെ നട്ട് കുറ്റിയെ കൂടെ കയറിപ്പോയ വള്ളിയാണ്. അപ്പോൾ വായിക്കിയപ്പോൾ ഞാനിതൊക്കെ കളയാതെ വെച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല പൊട്ടാഷ് അടങ്ങിയ ഒരു വയറവള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇതാരും കളയണ്ട. നമ്മൾ വളം ഉണ്ടാക്കുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ പൊടിക്കൈ വളങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു വയറവള്ളിയൊക്കെ ചെറുതാക്കിയൊക്കെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ ഈ വളത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പം ഞാൻ ഈ ഒരു നമ്മുടെ വയറവള്ളിയും കൂടെ ഈ ഒരു വളം ഉണ്ടാക്കുന്നതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ആരും കളയരുത്. നമുക്ക് കാണുമ്പോൾ നിസ്സാരക്കാരനായിട്ട് തോന്നും, പക്ഷെ നല്ല അടിപൊളി വളമാണ് കേട്ടോ. ഇതും കൊണ്ട് നമുക്ക് തയ്യാറാക്കിയാൽ. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇട്ടിട്ട് അമർത്തി കൊടുക്കാവേ. അപ്പോൾ നമ്മളങ്ങനെ ഓരോ ലെയറാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കലക്കി വെച്ച ചാണകം ഉണ്ടല്ലോ, പച്ച ചാണകം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഏകദേശം ഡ്രമ്മ് നിറയുന്നത് പോലെ നല്ലതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ സീമക്കൊന്നയുടെ ഇലയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ പന്തലിടുന്ന സമയത്ത് അതിൻ്റെ തൂണായിട്ട് സീമക്കൊന്നയുടെ തണ്ട്, അതായത് കമ്പ് കുത്തി കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് കിളിർത്ത് നമുക്ക് ആവശ്യത്തിന് വളം ഉണ്ടാക്കാൻ വളവും പിന്നെ എന്താ വെച്ചാൽ കീടനാശിനിയൊക്കെ ആക്കാനൊക്കെ ആയിട്ടുള്ള ആവശ്യത്തിനുള്ള സീമക്കൊന്നയുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് ഇലകളൊക്കെ ഇതുപോലെ കമ്പില്ലാതെ അടർത്തിയെടുത്തിട്ട് നമ്മുടെ പച്ചിലയുടെ ഏറ്റവും മുകളിൽ അതും വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ പച്ചച്ചാണകം കുറച്ച് ടൈറ്റാക്കി കലക്കിയതും മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇത് നനയാതെ വെള്ളമൊന്നും വീഴാതെ നമുക്കൊന്ന് ടൈറ്റാക്കി ഒന്ന് കെട്ടി, അതായത് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതും എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നല്ലതുപോലെ ഒന്ന് വെച്ച് നല്ല ടൈറ്റാക്കിയൊരു കയറ് വെച്ച് നമുക്കിന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പച്ചിലൊക്കെ അഴുകി നല്ലൊരു വളമായിട്ടുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. ഓക്കേ.